കലാപ്രതിഭകൾക്കായുള്ള കാത്തിരിപ്പിലാണ് തൃശൂർ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായുള്ള സ്വാഗതഗാനത്തിന് ചുവടുകൾ വെക്കുന്നത് കേരള കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികളാണ്. തൃശൂരിന്റെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന നൃത്താവിഷ്കാരമാണ് ഇവർ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ നൃത്താവിഷ്കാരം ഒരുക്കുന്ന കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് നമുക്കൊപ്പം ചേരുന്നത്. ടീച്ചർ, തൃശ്ശൂരാണ് ഈ സ്വാഗത നൃത്തത്തിന്റെ പ്രധാന പ്രമേയം അല്ലേ? അല്ല, തൃശ്ശൂരിൻ്റെതായ പ്രത്യേകതകളുണ്ട്. പൂരമുണ്ട്, ആന, ചെണ്ടമേളം. അപ്പോൾ തൃശ്ശൂരിന്റെ ചില സാംസ്കാരിക ബിംബങ്ങളെ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു പാട്ടാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതനുസരിച്ചിട്ടാണ് കൊറിയോഗ്രാഫി നടക്കുന്നത്. കലോത്സവത്തിന്റെ ഭാഗമാവുന്ന എല്ലാ മത്സര ഇനങ്ങളെയും ഈ സ്വാഗത നൃത്തത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലേ? അതിൻ്റെയൊക്കെ ഒരു പരാമർശിച്ചു പോവുക. ദൃശ്യകലകളെയൊക്കെ ഇപ്പോൾ എന്തൊക്കെ മത്സര ഇനങ്ങൾ, കൂടിയാട്ടുണ്ട്, തുള്ളലുണ്ട്, അതുപോലെ തന്നെ കഥകളി, പിന്നെ ഫോക്ക് ആദിവാസി നൃത്തം, അതുപോലെ തന്നെ ഒപ്പന, മാർഗംകളി, അതിൻ്റെയൊക്കെ ഒരു ചിത്രം കാണിക്കുന്നു. അത്രയേ ഉള്ളൂ. കാരണം 6 മിനിറ്റിൻ്റെ പാട്ടാണ്. അപ്പോൾ അതിലെന്തൊക്കെ ഉൾപ്പെടുത്താൻ പറ്റും, ഒരു കലോത്സവത്തിൻ്റെ ഒരു അരങ്ങ് എങ്ങനെയാണ് ഉണർന്നിരിക്കുന്നത്, അതിനെ പ്രതിനിധീകരിച്ചുകൊണ്ടൊരു രൂപം, അത്രയേ ഉള്ളൂ. ഒരു